നമുക്കൊരു ഈസി വെജിറ്റബിൾ റൈസ് റെസിപ്പി കണ്ടാലോ. ഇതിന് ഞാൻ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഹാഫ് കുക്ക്ഡ് വെജിറ്റബിൾസ് ആണ്. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഫ്രോസൺ വെജിറ്റബിൾസ് ഇല്ലെങ്കിൽ നമ്മൾ ആ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും പൊട്ടറ്റോയും പിന്നെ കുറച്ച് സ്വീറ്റ് കോണും ഇതിലുള്ളത് കേട്ടോ. ഇതിങ്ങനെ ഇളക്കി മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. ഞാനിതിലേക്ക് വഴറ്റിയ ഫ്രോസൺ ഓണിയനാണ് ചേർക്കുന്നത്. അതില്ലെങ്കിൽ ഓണിയൻ ചേർത്ത് ആദ്യം തന്നെ ഒന്ന് വഴറ്റിയിട്ട് വേണം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാൻ. അതൊന്ന് മെൽറ്റാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ച 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ സൂപ്പ് പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കുക്ക് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഉപ്പ് അധികമാകാത്ത വിധത്തിൽ വളരെ കുറച്ച് സൂപ്പ് പൗഡറും കൂടെ ചേർത്ത് ഇളക്കി മൂടി വെക്കുക. 10 മിനിറ്റിന് ശേഷം വെജിറ്റബിൾ റൈസ് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും കാണാം. ബൈ.